ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അതായത് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്ത സിനിമയും അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെയും സീരീസുകളുടെയും ഒക്കെ അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു സിനിമ മാത്രമേ ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളൂ. സ്പാർക്ക് ലൈഫ് എന്നാണ് സിനിമയുടെ പേര്. ഒരു സിനിമ മാത്രമല്ല, 2 സിനിമ ഉണ്ട്. ഒന്നാമത്തെ സിനിമയുടെ പേര് സ്പാർക്ക് ലൈഫ് എന്നാണ്. തെലുങ്ക് മൂവിയാണ്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു ത്രില്ലർ മൂവി റിലീസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ത്രില്ലർ മൂവിയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കാണണം. കണ്ടു കഴിഞ്ഞെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അടുത്തത് ഒരു ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ബ്ലാക്കനിങ് എന്നാണ് സിനിമയുടെ പേര്. ജിയോ സിനിമ വഴിയാണ് ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ 2 സിനിമകളാണ് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ റൊമാന്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ സോവനിർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. റൊമാന്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ജിയോ സിനിമയിലും അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തതായിട്ടുള്ളത്. ചെയ്യാൻ പോകുന്നത് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ അടുത്ത സിനിമ വരുന്നത് ഒരു മലയാളം മൂവിയാണ്. വൈറൽ സെബി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. രാത്രി 12 മണി എന്നുള്ളത് ചിലപ്പോൾ നാളെ രാവിലെ ആവാൻ ചാൻസ് ഉണ്ട്. OTT പ്ലാറ്റ്ഫോമിൽ ചില സിനിമകൾ ലേറ്റ് ആവാറുണ്ട് റിലീസ് ചെയ്യാൻ. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 2 സിനിമകളാണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതായിട്ടുള്ളത്. ഇനി നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ സീരീസുകളുടെ ഒക്കെ അപ്ഡേറ്റുകൾ നോക്കാം. അതിൽ ഒന്നാമത്തത് കില്ലർ സൂപ്പ് എന്ന് പറഞ്ഞൊരു ഹിന്ദി വെബ് സീരീസിന്റെ ഒരു അപ്ഡേറ്റ് ആണ്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു വെബ് സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ജനുവരി മാസം 11 തീയതിയാണ് കില്ലർ സൂപ്പ് എന്ന് പറഞ്ഞൊരു ഹിന്ദി ത്രില്ലർ വെബ് സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഹിന്ദി ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തൊരു സീരീസ് ആണ്, ഒരു മലയാള സീരീസ് ആണ്. നമ്മുടെ സണ്ണി ലിയോൺ ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസ് ആണ്. പാൻ ഇന്ത്യൻ സുന്ദരി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. സണ്ണി ലിയോൺ കൂടാതെ മണിക്കുട്ടൻ, അപ്പാനി ശരത് എന്നിവരൊക്കെയാണ് ഈ ഒരു സീരീസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തത്. ഒരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു സീരീസ് ആണ്. മലയാള സീരീസ് ആണ്. OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്ത വർഷം, അതായത് എന്തായാലും അടുത്ത വർഷം പകുതിയോടുകൂടിയൊക്കെ റിലീസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. റിലീസ് ഡേറ്റ് കാര്യങ്ങളൊന്നും അവർ പുറത്തുവിട്ടിട്ടില്ല. അവർ ഒരു അപ്ഡേറ്റ് പുറത്തു വന്നാണ്. പാൻ ഇന്ത്യൻ സുന്ദരി സണ്ണി ലിയോൺ മലയാളത്തിലേക്ക്, അതായത് നമ്മുടെ മലയാളത്തിന് മുമ്പ് മലയാളത്തിൽ അഭിനയിച്ചത് നമ്മുടെ മമ്മൂക്കയുടെ മധുരരാജയിൽ ഒരു ഐറ്റം സോങ്ങിലായിരുന്നു അഭിനയിച്ചിരുന്നത് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം അതിന് മുമ്പ് സണ്ണി ലിയോൺ മലയാളത്തിൽ വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ പാൻ ഇന്ത്യൻ സുന്ദരി പറഞ്ഞൊരു സീരീസിൽ സണ്ണി ലിയോൺ അഭിനയിക്കാൻ പോവാണ്. OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുന്നത്. എന്ന് ഡേറ്റ് കാര്യങ്ങളൊന്നും അവർ പുറത്തുവിട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ്. ആദി കേശവ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നമ്മുടെ മലയാളത്തിൽ നിന്ന് ജോർജ് ഒക്കെ വില്ലൻ വേഷത്തിൽ വന്ന സിനിമയായിരുന്നു ഈ ഒരു സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയത്. നെറ്റ്ഫ്ലിക്സിൽ ഡിസംബർ മാസം 22 തീയതി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവും എന്നാണ് അറിയാൻ കഴിയുന്നത്. ചിലപ്പോൾ മലയാളം തമിഴൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ജോർജ് ഉള്ളതുകൊണ്ട് മലയാളം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയുടെ അന്നപൂർണി എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. പറഞ്ഞാണ് വീഡിയോയിൽ. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ഡിസംബർ മാസം ലാസ്റ്റ് വീക്ക് വരുന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസംബർ മാസം 29 തീയതിയാണ് ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് വരുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു അപ്ഡേറ്റ്, അതായത് ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നതിനെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. മിക്കവാറും ഡിസംബർ 29 എന്നുള്ള ജനുവരി ഫസ്റ്റ് വീക്കിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത് നമ്മുടെ മമ്മൂക്കയും ജ്യോതിക പ്രധാന വേഷം കൈകാര്യം ചെയ്ത തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ കാതൽ ദി കോർ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് തന്നെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ എന്ന് റിലീസ് ചെയ്യുന്ന കഴിഞ്ഞാൽ ഡിസംബർ മാസം ലാസ്റ്റ് വീക്ക് റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ മാസം 22 അല്ലെങ്കിൽ 29 എന്നുള്ളതാണ്. മലയാളം ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലൊക്കെ ആയിട്ട് മൊത്തം ഒരു മൾട്ടി ലാംഗ്വേജിലായിരിക്കും ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്യുക. അപ്പോൾ ഇത്രയും സിനിമകളാണ്
ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളായിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിലേതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പല സിനിമകളെക്കുറിച്ചും കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ അതിന് മുമ്പ് പറഞ്ഞതാണ്. കള്ളനും ഭഗവതി അങ്ങനെ കുറേ സിനിമകളെക്കുറിച്ച് പിന്നെ നമ്മളെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഇതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാത്തത്. ഇനി ഞാൻ നോക്കട്ടെ, ഇനിയും ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ഓരോ സിനിമകളെക്കുറിച്ച് വരികയാണെങ്കിൽ അത് മാത്രം വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ആര്യ എന്ന് പറഞ്ഞ വെബ് സീരീസിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തിരുന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.